ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് ഒരു നോവലാണ് എടാ, ആലിസ് വോക്കറിൻ്റെ. ആലിസ് വോക്കർ ഒരു അമേരിക്കൻ റൈറ്ററാണ്. പിന്നെ ആഫ്രിക്കൻ അമേരിക്കൻസിന് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു റൈറ്ററാണ്. അവരൊരു ആഫ്രിക്കൻ അമേരിക്കനാണ് കേട്ടോ, ആലിസ് വോക്കറും. ആലിസ് വോക്കറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് ദ കളർ പേർപ്പിൾ എന്നുള്ളൊരു നോവലാണ്. അത് സ്ത്രീകൾക്ക്, അതായത് ഫെമിനിസ്റ്റിക് ആയിട്ടുള്ളൊരു നോവലാണ് ആലിസ് വോക്കർ. പിന്നീട് നമ്മൾ ഈ ടെക്സ്റ്റിനകത്ത് തന്നെ, ജെൻഡർ സ്റ്റഡീസിൻ്റെ ടെക്സ്റ്റിൽ തന്നെ ടേംസ് പഠിച്ചപ്പോൾ വുമണിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വുമണിസം എന്ന് പറയുന്നത് എന്താണ്? ആലിസ് വോക്കർ ക്രിയേറ്റ് ചെയ്തൊരു ടേമാണ് ഈ വുമണിസം. ഇൻ സെർച്ച് ഓഫ് എ മദേഴ്സ് ഗാർഡൻസ് എന്ന് പറഞ്ഞ ഒരു വർക്കിനകത്താണ് അവർ ഈ ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. വുമണിസം എന്ന് പറയുന്നത് എന്താണ്? ഫെമിനിസം എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം വൈറ്റ് വിമണിന് വേണ്ടി നിലകൊണ്ടപ്പോൾ വുമണിസം ഇസ് ഫോർ ബ്ലാക്ക് പീപ്പിൾ, അതായത് ബ്ലാക്ക് വിമണിന് വേണ്ടി നിന്നു. ഫെമിനിസം എന്ന് പറയുന്നത് വൈറ്റ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം, അവരുടെ റൈറ്റ്സ് മാത്രം നോക്കിയപ്പോൾ ബ്ലാക്ക് സ്ത്രീകളുടെ റൈറ്റ്സ് ക്വസ്റ്റ്യൻ ചെയ്യാനും അഡ്രസ്സ് ചെയ്യാനും ഒന്നും ആരും ഇല്ലായിരുന്നു. സോ വുമണിസം എന്ന് പറഞ്ഞ് ആലിസ് വോക്കർ ഒരു ടേം ക്രിയേറ്റ് ചെയ്തതാണ്. ബ്ലാക്ക് ആഫ്രിക്കൻ വുമണിന് വേണ്ടി ടേം ചെയ്തതാണ്. ഓക്കെ, സോ ഈ ഒരു നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു നോവൽ എന്ന് പറയുന്നത്, അതിൻ്റെ പേര് മെറിഡിയൻ എന്നാണ്. ആലിസ് വോക്കറിൻ്റെ സെക്കൻഡ് നോവലാണ് മെറിഡിയൻ. അത് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് എന്താണ് ക്യാരക്ടേഴ്സിൽ, അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് 1950s ആൻഡ് 1960s അമേരിക്കയിൽ ഹാപ്പൻ ചെയ്തൊരു മൂവ്മെൻറ്റാണ് കേട്ടോ, USA. സോ അത് അവിടെ എന്താ ഹാപ്പൻ ചെയ്തെന്ന് വെച്ചാൽ, അത് ആഫ്രിക്കൻ അമേരിക്കൻസ് ഉണ്ടല്ലോ, ഈ അമേരിക്കയിലുള്ള ആഫ്രിക്കൻ അമേരിക്കൻസ്, അവർക്ക് ലീഗലി പ്രൊട്ടക്ഷൻ വേണം, അവർക്ക് ലീഗലി റൈറ്റ്സ് വേണം എന്ന് പറഞ്ഞ് നടത്തിയൊരു മൂവ്മെൻറ്റാണ് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡറാണ് നമ്മുടെ മാർട്ടിൻ ലൂഥർ കിങ്. ഓക്കെ, സോ ഈ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ക്യാരക്ടേഴ്സിന് എങ്ങനെയാണ് ഈ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് വന്നിരിക്കുന്നത്. സോ നമ്മുടെ നോവലിൻ്റെ പേര് പോലെ തന്നെ നോവലിൻ്റെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് മെറിഡിയൻ ഹിൽ എന്നുള്ള ഒരു യങ് ബ്ലാക്ക് വുമൺ ആണ്. അവരൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. 1960s ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ ഈ ഒരു സെഗ്രിഗേഷൻ പോളിസിക്കെതിരെ, അതായത് ആഫ്രിക്കൻ അമേരിക്കൻസിന് വേണ്ടി പ്രൊട്ടസ്റ്റും ഡെമോൺസ്ട്രേഷൻസും ഒക്കെ നടത്തിയ ഒരു സ്ത്രീയാണ്, ഹീറോയിനാണ്. അപ്പോൾ പിന്നെ അവരുടെ ആ ഒരു ലൈഫിൽ എന്തൊക്കെ ഹാപ്പൻ ചെയ്യുന്നു, അവരുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളും ഈ മൂവ്മെൻറ്റിന് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെയുള്ളതാണ് ഈ ഒരു നോവൽ ഡിസ്കസ് ചെയ്യുന്നത്. യങ് വുമണിൻ്റെ ഫ്രം ബർത്ത്, അതായത് ആ ഒരു ചൈൽഡ്ഹുഡ് പീരീഡ് തൊട്ട് ടീനേജ് ഇയർ തൊട്ട് വയസ്സാകുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഇതിനെ നമുക്കൊരു കമ്മിങ് ഓഫ് ഏജ് നോവൽ എന്ന് വിളിക്കാം. ഓക്കെ, ഒരു ബിൽഡൻസ് റോമൻ എന്ന് നമുക്ക് വിളിക്കാം. ദെൻ ആ ഒരു ഹീറോയിൻ്റെ ലോൺലിനെസ്, ഗിൽറ്റ്, സെൽഫ് ഡൗട്ട്, എംപവർമെൻറ്റ്, സെൽഫ് അക്സെപ്റ്റൻസ്, ലവ് എന്നിങ്ങനെയുള്ള തീംസാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. സെൽഫ് റിയലൈസേഷനിലോട്ട് ഈ മെറിഡിയൻ എന്നുള്ള ഹീറോയിൻ എങ്ങനെയാണ്, നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് എങ്ങനെയാണ് നടന്നു നീങ്ങിയത്, അവർ എന്തൊക്കെ ഹാർഡ്ഷിപ്സ് അവർ എൻഡ്യൂർ ചെയ്തു, അവരുടെ ഐഡൻറ്റിറ്റി അവരെങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ഈ ഒരു നോവലിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പേജ് നമ്പർ 102, 103, 104, 5 സിനോപ്സിസ് നമുക്കൊന്ന് നോക്കാം. സിനോപ്സിസ് ഫസ്റ്റ്, ദ നോവൽ ബിഗിൻസ് ഇൻ 1970s. ട്രൂമൻ ഹെൽഡ് ഒരു ആർട്ടിസ്റ്റാണ്. അയാൾ ഒരു സിവിൽ റൈറ്റ്സ് വർക്കറും കൂടിയാണ്, സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൽ പങ്കെടുത്തിട്ടുള്ള ആളും കൂടിയാണ്. അയാൾ മെറിഡിയൻ എന്നുള്ള നമ്മുടെ പ്രോട്ടഗോണിസ്റ്റിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ്? ജോർജിയ എന്നുള്ള സ്ഥലത്ത്, അതായത് ചിക്കോക്കീമ എന്നുള്ള സ്ഥലത്ത്, ജോർജിയയിൽ ചിക്കോക്കീമ എന്ന സ്ഥലത്ത് അവരെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെറിഡിയൻ ആ സമയത്ത് എന്ത് ചെയ്തുകൊണ്ടിരുന്നതാണ്? മെറിഡിയൻ ആ ടൈമിൽ അവിടെ ഒരു സർക്കസ് ഷോ വരികയും ആ സർക്കസ് ഷോയിൽ മെർലിൻ ഓഷയുടെ ഒരു മമ്മിഫൈഡ് ബോഡി എക്സിബിഷന് ഇങ്ങനെ വെച്ചേക്കുവാണ്. അതായത് 12 വർഷമായിട്ട് ഡീക്കേ ആവാത്ത ഒരു, അതായത് ഒരുപാട് വർഷമായിട്ട് ഡീക്കേ ആവാത്ത ഒരു ഹ്യൂമൻ ബോഡി, ആ ഹ്യൂമൻ ബോഡിയുടെ പേരാണ്, അതായത് ആ സ്ത്രീയുടെ പേരാണ് മെർലിൻ ഓഷെ. അവരുടെ ആ ബോഡി അവിടെ എക്സിബിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഓൺലി തേഴ്സ്ഡേസിൽ മാത്രമേ ഉള്ളൂ അവിടെ ഉള്ള ബ്ലാക്ക് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ആളുകൾക്ക് ഈ ഒരു എക്സിബിഷൻ കാണാൻ പറ്റുന്നത്. ബാക്കി എല്ലാം വൈറ്റ് ആളുകൾക്കാണ് ഇത് കാണാനുള്ള ഫുൾ ഫ്രീഡവും ഉള്ളത്. സോ ബ്ലാക്ക് സ്ത്രീകൾ, എസ്പെഷ്യലി ചിൽഡ്രനെ ഒന്നും ഇത് കാണാൻ സമ്മതിച്ചില്ല. തേഴ്സ്ഡേസിൽ മാത്രമേ അനുവദിച്ചുള്ളൂ. അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മെറിഡിയൻ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ട്രൂമൻ അപ്പോൾ അവിടെ വെച്ച് മെറിഡിയനെ കാണുകയും മെറിഡിയൻ അവിടെ ആ ഒരു മമ്മിഫൈഡ് വുമണിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ സ്റ്റെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അവിടെ വെച്ച് മെറിഡിയൻ ബോധം കെട്ട് വീഴുകയും അൺകോൺഷ്യസ് ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്നു.
അപ്പം മെറിഡിയന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വരുന്നു, അതായത് ഒരു പാരാലിസിസ് പോലെ ഇങ്ങനെ വന്ന് ബോധം കെട്ട് അൺകോൺഷ്യസ് ആയിട്ട് മുടിയൊക്കെ കൊഴിഞ്ഞ് പോകുന്നുണ്ട്. ഈ ഒരു അസുഖത്തിന് ഉടമയാണ് മെറിഡിയൻ. എന്താണ് ആ അസുഖമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പിന്നീട് ആക്ഷൻ ഷിഫ്റ്റ് ചെയ്യുന്നത് ന്യൂയോർക്ക് സിറ്റിയിലോട്ടാണ് കാണിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റിയിൽ എന്ന് പറയുന്നത് മെറിഡിയൻ ഒരു ബ്ലാക്ക് റെവല്യൂഷണറി ഓർഗനൈസേഷനിൽ പോവുകയും ജോയിൻ ചെയ്യുകയും അവൾക്ക്, അതായത് 10 വർഷം മുന്നേ അവൾ ഈ ഒരു ബ്ലാക്ക് റെവല്യൂഷണറി ഓർഗനൈസേഷന് വളരെയധികം ആക്റ്റീവായിട്ട് ജോയിൻ ചെയ്തിരുന്നു ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് തന്നെ. പക്ഷേ ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൊല്ലാൻ പറയും ആളുകളെ. അപ്പോൾ അതിന് മെറിഡിയൻ സമ്മതിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ റെഫ്യൂസ് ചെയ്തുകൊണ്ട് മെറിഡിയൻ എന്ത് ചെയ്യുന്നു, ആ ഗ്രൂപ്പ് വിട്ടുപോയിരുന്നു. സ്റ്റിൽ എന്താണ് ബ്ലാക്ക് ആക്ടിവിസത്തിലോട്ട് മെറിഡിയന് വളരെ താല്പര്യമുള്ളത് കൊണ്ട്, പിന്നെ അവളൊരു ഫോർമർ ആയിട്ടുള്ള സിവിൽ റൈറ്റ്സ് വർക്കർ ആയതുകൊണ്ടും അവൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ബ്ലാക്ക് പീപ്പിളിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും തീരുമാനിച്ചു. അതായത് മെറിഡിയൻ 13ാമത്തെ വയസ്സോട്ട് തുടങ്ങിയതാണ്. പിന്നെ മെറിഡിയൻ അതുപോലെ തന്നെ റിലിജൻ എന്നൊരു വിശ്വാസവും ഇല്ലായിരുന്നു. ജീസസ് എന്ന് പറഞ്ഞൊരു ജീസസിനെ ഒട്ടും വിശ്വാസവും ഇല്ലായിരുന്നു. ഷി വാസ് അൺവില്ലിങ് ടു അക്സെപ്റ്റ്. പിന്നെ ഇത് കാരണം അമ്മയ്ക്ക് മെറിഡിയനെ അങ്ങോട്ട് താല്പര്യമില്ലായിരുന്നു. മെറിഡിയൻ അപ്പോൾ ഈ പാസ്റ്റും പ്രസൻറ്റും ഒക്കെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഈ ഒരു നോവലിനകത്ത് മെറിഡിയൻ്റെ. ആൻഡ് മെറിഡിയൻ പിന്നെ എന്താണ് ബ്ലാക്ക് ആയിട്ടുള്ള, അതായത് അറ്റ് പ്രസൻറ്റ് എന്താണ് ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ചിട്ട് മെറിഡിയൻ ബ്ലാക്ക് പീപ്പിളിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ട്രൂമൻ ആണെങ്കിൽ മനസ്സിലാവുന്നില്ല, മെറിഡിയൻ്റെ ഒരു ഫോർമർ ലവറാണ് ട്രൂമൻ എന്ന് പറയുന്നത്. ട്രൂമൻ ആണെങ്കിൽ ഈ ഒരു മെറിഡിയൻ്റെ മിസ്റ്റീരിയസ് ഇൽനെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ആയിരിക്കുവാണ്. അയാൾക്കൊട്ട് മനസ്സിലാവുന്നുമില്ല ആ ഒരു മിസ്റ്റീരിയസ് ഡിസീസ് ഏതാണെന്ന്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവൾ ഇങ്ങനെ ഫെയിൻറ്റ് ചെയ്ത് വീഴുന്നു, പാരാലിസിസ് വരുന്നു. സോ പക്ഷെ ട്രൂമൻ കല്യാണം കഴിച്ച് വേറെ സ്ഥലത്ത് താമസിക്കുവാണ്, മെറിഡിയനെ അന്വേഷിച്ച് വന്നതാണ്. പക്ഷെ ട്രൂമൻ ഒരിക്കലും അതായത് മെറിഡിയനെ വേണം എന്നുണ്ട്, ആൻഡ് മെറിഡിയനെ വിട്ടിട്ട് പോകാനും പറ്റുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ആക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി ഹാപ്പൻ ചെയ്യുന്നത് മെറിഡിയൻ്റെ കോളേജായിട്ടുള്ള സാക്സൺ കോളേജിലാണ്. അവിടെ മെറിഡിയൻ ഒരു സുഹൃത്തുണ്ട്, ആൻ മെരിയോൺ എന്നാണ് പേര്. അപ്പോൾ അവർ രണ്ടും നല്ല സുഹൃത്തുക്കളാണ്. അവിടെ വെച്ച് മെറിഡിയൻ ഒരു വൈൽഡ് ചൈൽഡിനെ കാണുന്നു. ആ വൈൽഡ് ചൈൽഡിന് 13 വയസ്സേ ഉള്ളൂ. പക്ഷെ അവൾ പ്രഗ്നൻ്റ് ആണ്, ഹോംലെസ് ആണ്, ടീനേജറാണ്. മെറിഡിയൻ അവളെ കണ്ടുപിടിക്കുകയും കുളിപ്പിക്കുകയും ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്തു. മെറിഡിയൻ എന്നിട്ട് കുറേ ഫോൺ കോളൊക്കെ ചെയ്തു, അവൾക്ക് അഡീഷണൽ അസിസ്റ്റൻസ് വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയം കൊണ്ട് ഈ വൈൽഡ് ചൈൽഡ് എന്നേ പറയുന്നുള്ളൂ, പേര് പറയുന്നില്ല. ഷീ എസ്കേപ്സ്, സ്ട്രീറ്റിൽ പോകുന്നു. അപ്പോൾ ഒരു കാർ ഇടിക്കുന്നു, ആ കുട്ടി അവിടെ മരിക്കുന്നു. മെറിഡിയനും ആൻ മെരിയനും ബാക്കിയുള്ള സ്റ്റുഡൻസും നെയ്ബർഹുഡും എല്ലാം കൂടി ഈ കുട്ടിയുടെ കാസ്കറ്റ്, അതായത് ഡെഡ് ബോഡി ചുമന്നു കൊണ്ടുവരികയാണ് ക്യാമ്പസ് ഗ്രൗണ്ടിലോട്ട്, ഫ്യൂണറൽ പോലെ. പക്ഷേ കോളേജിൻ്റെ പ്രസിഡന്റ് എന്ത് ചെയ്തു, അവർക്ക് ആക്സസ് ഡിനൈ ചെയ്തു, അതായത് ചർച്ചിൽ കയറ്റിയില്ല. ആ സമയത്ത് അന്ന് രാത്രി എന്ത് ചെയ്തു, സ്റ്റുഡൻസ് എല്ലാം കൂടി കോളേജിൽ ഒരു സൊജോണർ ഒരു ട്രീ ഉണ്ട്, മഗ്നോളിയ ട്രീ. അത് ആ കോളേജിൻ്റെ ഒരു ഐക്കോണിക് ട്രീ ആണ്, വളരെ വർഷങ്ങളായിട്ട് ഉള്ള ഒരു ട്രീ ആണ്. അതിനെ അങ്ങ് നശിപ്പിച്ചു, ചോപ്പ് ചെയ്ത് കളഞ്ഞു. മെറിഡിയൻ എന്ത് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരുന്നു കോളേജ് ലൈഫ്, പക്ഷേ എന്നാലും കുഴപ്പമില്ലാതെ പോയി. മെറിഡിയൻ ഒരു മകനുണ്ട്, അവനെ ഹൈസ്കൂളിലായിരുന്നു പ്രഗ്നൻ്റ് ആയതാണ്. ആൻഡ് പക്ഷേ അതൊന്നും അവളെ എന്ത് ചെയ്യുന്നില്ല, തടഞ്ഞു നിർത്തുന്നില്ല. അതായത് മകനുണ്ടെന്നൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്. ആൻഡ് ഷീ ഓൾസോ ഫോൾസ് ഇൻ ലവ് വിത്ത് ട്രൂമൻ. അവരുടെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് നോർത്തിൽ നിന്ന് കുറേ വൈറ്റ് വിമൻ ഈ ഒരു സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അവർ വന്ന എന്തിനാണ്, ആ ഒരു ബ്ലാക്ക് കൾച്ചറിനെ കുറിച്ച് അറിയാനും ഈ ബ്ലാക്ക് കൾച്ചറിലോട്ടുള്ളൊരു സിമ്പതിൻ്റെ പേരിൽ വൈറ്റ് സ്ത്രീകളും കൂടെ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി ഈ ഒരു ഫൈറ്റിനകത്ത്. ട്രൂമൻ അവിടെ വെച്ച് ഒരു ലിൻ എന്നുള്ളൊരു സ്ത്രീയുമായിട്ട് അടുപ്പത്തിലാവുന്നു. അവർ തമ്മിൽ ഡേറ്റിംഗ് ആവുന്നു. ഓൾദോ ട്രൂമനും മെറിഡിയനും തമ്മിൽ സെക്ഷൽ റിലേഷൻസ് ഒക്കെ ഉണ്ടായിട്ട് പോലും ട്രൂമൻ എന്ത് ചെയ്യാണ്, ലിന്നിൻ്റെ അടുത്ത് ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. മെറിഡിയൻ ആ സമയത്ത് പ്രഗ്നൻ്റ് ആവുന്നു, പക്ഷെ അത് അബോർഷനായി പോകുന്നു. ആൻഡ് ലിന്ന് പോയി കഴിയുമ്പോൾ ട്രൂമൻ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും മെറിഡിയൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് മെറിഡിയൻ ദേഷ്യം വന്ന് ബുക്ക് വെച്ച് ഇയാളെ അടിച്ചു. അത് ഇയാളുടെ ചീക്കിലൊരു കട്ടുണ്ടാക്കി, അതായത് മുറിവുണ്ടാക്കി. ഗ്രാജുവേഷൻ വന്നപ്പോഴത്തേക്ക് മെറിഡിയൻ വീണ്ടും അസുഖക്കാരിയായി മാറി. കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയി, അൺകോൺഷ്യസ് ആയിട്ട് പോയി. 1 മാസത്തോളം ബെഡിൽ കിടന്നു. ആ സമയത്ത് മിസ് വിൻറ്റേഴ്സ് എന്ന് പറഞ്ഞ കോളേജിലെ ഒരു ബ്ലാക്ക് ഇൻസ്ട്രക്ടറാണ്, ടീച്ചറാണ് ഇവിടെ അതൊക്കെ ഹെൽത്തിലോട്ട് തിരികെ കൊണ്ടുവന്നത്. ആൻ മെരിയൻ ആ സമയത്ത് എന്ത് ചെയ്തു, ഈ ഒരു ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ ആൻ മെരിയൻ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ത് ചെയ്തു, മെറിഡിയനെ കളഞ്ഞിട്ട് പോയി.
ട്രൂമനും ലിന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു അവർ മിസിസിപ്പിയിൽ താമസിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെ വെച്ച് ലിൻ എന്ന് പറയുന്നൊരു വൈറ്റ് സ്ത്രീയാണ്. അവരുടെ ആ ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ശരിക്കും പറഞ്ഞാൽ ആ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൽ ആളുകളുടെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കി. സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൽ ഒരു ഫെല്ലോ വർക്കർ ഉണ്ടായിരുന്നു, ടോമി ഓട്സ് എന്ന് പറയുന്ന ആൾ. അയാൾ കാണുന്നുണ്ടെങ്കിൽ ഈ ലിൻ എന്ന് പറഞ്ഞ സ്ത്രീയെ ഒട്ടും കണ്ടുകൂടാ, കാരണം അവർ വൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിന്നിനെ അവർ ശരിക്കും പറഞ്ഞാൽ ഈ മാർച്ചിനകത്തുനിന്നും മീറ്റിങ്സിനകത്തുനിന്നും ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഈ ലിന്നിനും ട്രൂമനും ഒരു മകളുണ്ട്, കമാര. ട്രൂമൻ എന്ന് പറയുന്നത് കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ട്രൂമനും ലിന്നും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വരികയും അയാൾ മെറിഡിയനെ കാണാൻ വേണ്ടി അലബാമ എന്നുള്ള സ്ഥലത്ത് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഫോർമർ ലവറിനെ, അതായത് മെറിഡിയനെ അയാൾക്ക് കല്യാണം കഴിക്കണമെന്നും വീണ്ടും വേണം എന്നൊക്കെ പറയുന്നു. പക്ഷെ മെറിഡിയൻ അത് എല്ലാം റിജക്റ്റ് ചെയ്യുന്നു. ലിൻ മെറിഡിയന് വയ്യാതിരിക്കുന്ന സമയത്തും എല്ലാം ഇയാൾ വരാൻ തുടങ്ങി. പിന്നെന്താണ്, മുടിയൊക്കെ പൊഴിഞ്ഞു പോയ സമയത്തെല്ലാം ലിൻ എന്ത് ചെയ്യുകയാണ്, കൂടെ നിൽക്കുവാണ് മെറിഡിയൻ്റെ കൂടെ. ലിൻ അല്ല, ട്രൂമൻ ഇങ്ങനെ കൂടെ നിൽക്കുന്നു. ലിൻ എന്ത് ചെയ്തു, ആ സമയത്ത് മെറിഡിയൻ വയ്യാതായെന്ന് കേട്ടതും ഹസ്ബൻഡ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞതും ലിൻ മെറിഡിയനെ കാണാൻ പോകുന്നു, ഹസ്ബൻഡിനെ തിരക്കി പോകുന്നു. പക്ഷേ ലിൻ അവിടെ എങ്ങും കണ്ടില്ല. പിന്നീട് ലിന്നൊരു കൈൻഡ് ഓഫ് ഫ്രസ്ട്രേഷൻ വരുന്നു. കാരണം എന്താണ്, അവരുടെ ലൈഫ് ഇങ്ങനെയായി പോയല്ലോ. അത് മാത്രമല്ല അവരുടെ മാരേജ് ഇപ്പോൾ ഒരു തകർച്ചയുടെ വക്കിലാണ്. പിന്നീട് വീണ്ടും എന്താണ്, ലിന്നിൻ്റെ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ലിൻ എന്താണ്, ട്രൂമാൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അവളുടെ ഫാമിലി വിട്ടിട്ട് വന്നതാണ് ഈ ഒരു മൂവ്മെൻറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനൊക്കെ. പക്ഷേ ടോമി ഓട്സ് എന്ത് ചെയ്തു, അവസാനം ലിന്നിനെ റേപ്പ് ചെയ്യുവാണ്. 3 ഫ്രണ്ട്സുമായിട്ട് വന്ന ഇയാൾ റേപ്പ് ചെയ്തു, ഫ്രണ്ട്സിനെ കൊണ്ടും റേപ്പ് ചെയ്തു. പക്ഷേ ലിൻ എന്ത് ചെയ്തു, ഇത് വളരെയധികം ഹിസ്റ്ററിക്കലായിട്ട് ഈ ഒരു കാര്യം ട്രൂമൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഹി ഡസൻ ബിലീവ് ഹർ. അപ്പോൾ ലിൻ ഇങ്ങനെ പറയുവാണ്, ഞാൻ ഇയാൾക്ക് വേണ്ടി ഇത്രയും ചെയ്തിട്ട് പോലും ഇയാൾ ബിലീവ് ചെയ്യുന്നില്ല. ആൻഡ് ഓക്കെ, ദെൻ അനദർ തിങ് ഇസ് ലൈക്ക് ടോമി ഓട്സും അതർ മെമ്പേഴ്സ് ഓഫ് ദ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയും എന്ത് ചെയ്യുവാണ്, ട്രൂമൻ്റെ അടുത്ത് പറയുവാണ് ലിൻ എന്ന് പറയുന്ന സ്ത്രീ വെറുതെയാണ്, അവർ വെറുതെ ചുമ്മാ സിമ്പതിക്ക് വേണ്ടി വന്ന് നിൽക്കുവാണ്, സിമ്പതി കാണിക്കാൻ വേണ്ടി വന്ന് നിൽക്കുവാണ്. അവരുടെ മനസ്സിൽ എന്തോ ഒരു കുറ്റബോധമുണ്ട്, വൈറ്റ് ആളുകൾ ബ്ലാക്ക് ആളുകളെ എന്താണ് ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കുന്നു. സോ ആ ഒരു സിമ്പതി, ഒരു കുറ്റബോധം കൊണ്ട് മാത്രം അവർ നമ്മുടെ കൂടെ നിൽക്കുവാണെന്നാണ് പറഞ്ഞത്. അതും കൂടെ കേട്ടപ്പോഴത്തേക്കും ലിന്നും ട്രൂമനും കുറച്ചും കൂടി ഡിസ്റ്റൻ്റ് ആവാൻ തുടങ്ങി. ആൻഡ് ലിൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ബാക്കിയുള്ള ആളുകളുമായിട്ട് അയാളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ, അതായത് ട്രൂമൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സെക്ഷലി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ബാക്കിയുള്ള അതായത് ബ്ലാക്ക് കമ്മ്യൂണിറ്റിയുള്ള ആളുകളുമായിട്ടെല്ലാം തുടങ്ങി. ആൻഡ് അവൾ പ്രഗ്നൻ്റ് ആകുന്നു. അവൾ ന്യൂയോർക്കിൽ പോയി താമസിക്കുന്നു. ട്രൂമനും ന്യൂയോർക്കിൽ വരുന്നുണ്ട്. ആൻഡ് ട്രൂമൻ അവിടെ വെച്ചൊരു ആർട്ടിസ്റ്റായി മാറുന്നു. ലിൻ എന്ത് ചെയ്യുന്നു, ട്രൂമനെ ഒരു പ്രാവശ്യം കാണാൻ വന്നു. ഇവരുടെ രണ്ടുപേരുടെയും മകളായിട്ടുള്ള കമാര എന്ന് പറയുന്നവർ, കമാരയെ ആരോ അറ്റാക്ക് ചെയ്തു. അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ആൻഡ് ലിൻ ഇത് പറയാൻ വേണ്ടി ട്രൂമൻ്റെ വീട്ടിൽ വന്നപ്പോൾ, ഫ്ലാറ്റിൽ അപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പോൾ മനസ്സിലായി എന്താണ്, ട്രൂമൻ ഈസ് ലിവിങ് വിത്ത് എ യങ് ബ്ലോണ്ട് വുമൺ. അവിടെ വെച്ചിട്ട് ട്രൂമൻ്റെയും ലിനിൻ്റെയും മകളായ കമാര മരിക്കുന്നു. ട്രൂമൻ കോൺടാക്ട് ചെയ്യുന്നു മെറിഡിയൻ എന്ത് ചെയ്യുന്നു, ട്രൂമനെ ആശ്വസിപ്പിക്കുന്നു. ഫൈനൽ സെക്ഷൻ ഓഫ് ദ നോവൽ എന്ന് പറയുന്നത് ഒരു അറ്റ്ലാന്റ ഫ്യൂണറൽ ഇതിൽ കാണിക്കുവാണ്. മാർട്ടിൻ ലൂതർ കിങ് മരിച്ചു. 8 വർഷത്തിന് ശേഷം മെറിഡിയൻ എന്ത് ചെയ്യാണ്, ഈ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് വളരെയധികം ചേഞ്ച് ആയിപ്പോയി. അവരുടെ മെമ്പേഴ്സും മൂവ്മെൻറ്റിൻ്റെ എയിമൊക്കെ ഒരുപാട് ചേഞ്ചായി. സോ ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്നും അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. മെറിഡിയൻ ഒരു സ്മോൾ ടൗണിൽ ബ്ലാക്ക് പീപ്പിളിന് വേണ്ടി എന്ത് ചെയ്യാണ്, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആൻഡ് ഷീ ഓൾസോ റീകോൾസ്, അതായത് അവൾ പണ്ട് ചർച്ച് സർവീസസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ആൻഡ് അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മെറിഡിയൻ എന്ത് ചെയ്യാണ്, വീണ്ടും ബ്ലാക്ക് പീപ്പിളിന് വേണ്ടി കൊല്ലാനൊക്കെ ആരംഭിക്കുന്നുണ്ട്. ആൻഡ് അവളും ട്രൂമനും കൂടിയൊക്കെ ബ്ലാക്ക് പീപ്പിളിന് വേണ്ടി വോട്ടർ രജിസ്ട്രേഷനൊക്കെ ആരംഭിക്കുന്നുണ്ട്. ആൻഡ് ട്രൂമൻ ടെൽസ് ലിൻ ഹി ലവ്സ് ഹർ ആൻഡ് വിൽ സപ്പോർട്ട് ഹർ ആസ് എ ഫ്രണ്ട്. ട്രൂമൻ ഓൾസോ ആസ് മെറിഡിയൻ ടു ലവ് ഹിം. ട്രൂമൻ എന്ന് പറഞ്ഞാൽ ലിന്നിനെയും അതുപോലെ മെറിഡിയനെയും ഒരുപോലെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മെറിഡിയൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം മാറിപ്പോയി, ഫീലിങ്സ് ഒക്കെ മാറിപ്പോയി, ഇഷ്ടമാണെങ്കിലും ഫീലിങ്സ് എല്ലാം ഇപ്പോൾ എൻ്റെ മൈൻഡൊക്കെ ചേഞ്ചായി. മെറിഡിയൻ്റെ അസുഖം പിന്നീട് മാറുകയും അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രൂമാനെ വിട്ടിട്ട് വർക്കുമായിട്ട് ചിക്കോക്കീമയിലോട്ട് പോവുകയാണ്. അതായത് താമസം പെർമനൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. റീഡിങ് ദ പോംസ്, അതായത് ഈ ഒരു മെറിഡിയൻ കുറേ പോംസ് എഴുതിയിട്ടുണ്ട്. ട്രൂമാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോയംസ് ഒക്കെ വായിച്ചിട്ട് അവിടെ ബോധം കെട്ട് വീഴുകയാണ് ചെയ്യുന്നത്. തിരിച്ചെണീറ്റപ്പോൾ ഇയാൾക്ക് മനസ്സിലായി എന്താണ്, മെറിഡിയൻ്റെ ആ ഒരു അസുഖം അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റേർണൽ സ്ട്രഗിൾ ഇപ്പോൾ ട്രൂമനും മനസ്സിലാകുന്നുണ്ട്. മെറിഡിയൻ ഇപ്പോൾ എന്താണ്, ഫൈനലി ലിബറേറ്റഡ് ആയിട്ട് മാറി. ഇതാണ് ഒരു സമ്മറി പോലെ നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇനി നോക്കാം. പേജ് നമ്പർ 188 മെറിഡിയൻ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്, ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി എന്നാണ്. പ്രോട്ടഗോണിസ്റ്റാണ് മെറിഡിയൻ ഹിൽ എന്ന് പറഞ്ഞ് ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീയാണ്.
ഓക്കെ. ദെൻ മെറിഡിയൻ ഏത് ടൗണിലാണുള്ളത്? ചിക്കോക്കീമ എന്നുള്ള ടൗണിലാണുള്ളത്. മെറിഡിയനും ട്രൂമാനും തമ്മിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ് ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ചിക്കോക്കീമ എന്ന് പറഞ്ഞ ടൗൺ പീപ്പിളിന് ഒരു മിലിറ്ററി ടാങ്ക് ഉണ്ട്. അതെന്തിനാണ്? അത് വൈറ്റ് പീപ്പിൾ വരുവാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് അവരെ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ അവരിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ടാങ്ക്, മിലിറ്ററി ടാങ്ക് ഇവർ വെച്ചേക്കുന്നത്. പിന്നെന്താണ്, ഒരു സോൾജിയറിൻ്റെ സ്റ്റാച്യു ഒക്കെ ഉണ്ട് ചിക്കോക്കീമയിൽ ഒരു സ്റ്റാച്യു ഓഫ് ഒരു സോൾജിയർ ഉണ്ട്. ദെൻ എന്താണ്, അതൊക്കെ മിസ് ഇപ്പം ഈ ഒരു ഷോർട്ട് ആൻസർ പറയുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി മിസ് ആഡ് ഓൺ ചെയ്യുവാണ് കേട്ടോ. പിന്നെ ചിക്കോക്കീമയിലുള്ള പ്രശ്നം എന്താണ്? അതൊരു സ്മോൾ അമേരിക്കൻ ടൗൺ ആണ്. അമേരിക്കൻ സൗത്തിനുള്ളൊരു സ്മോൾ ടൗൺ ആണ്. ചിക്കോക്കീമയിലെ മെജോറിറ്റി എന്ന് പറയുന്നത് വൈറ്റ് റെസിഡൻസ് ആണ്. അവർക്ക് ഈ കളേർഡ് പീപ്പിൾ റൈറ്റ്സ്, അതായത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആഫ്രിക്കൻസും ഉണ്ട്. ഈ ആഫ്രിക്കൻസ് എന്താ പറയുക, ലീഗൽ റൈറ്റ്സിന് വേണ്ടി അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടിയൊക്കെ പറയുന്നതൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഈ ചിക്കോക്കീമയിലുള്ള വൈറ്റ് കമ്മ്യൂണിറ്റിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ. ദെൻ ഈ നോവൽ എഴുതിയിരിക്കുന്നത് അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് 1950s സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് എന്തിനാണ് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു റൈറ്റിന് വേണ്ടി, ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ ലീഗൽ റൈറ്റ്സിന് വേണ്ടിയാണ്. റേഷ്യൽ സെഗ്രിഗേഷനെതിരെയാണ്, അതായത് റേഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരെ വന്നൊരു മൂവ്മെൻ്റ് ആണ്. പിന്നെ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്, പേജ് നമ്പർ 189, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിന് ശേഷം ഉണ്ടായ ഒരു കോംപ്ലക്സ് റേഷ്യൽ ടെൻഷനെ കുറിച്ച് മെറിഡിയൻ സംസാരിക്കുന്നുണ്ട് നോവലിനകത്ത്. അതെന്താണെന്ന്, അതായത് ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിലെ ആണുങ്ങളും പെണ്ണുങ്ങളും സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൽ പങ്കെടുത്തു. അപ്പോൾ അവിടെ എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് പീപ്പിൾ ഓവേർട്ട്ലി ഫ്രണ്ട്ലിയർ ആയിരുന്നു. സോ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ മൂവ്മെൻറ്റ് ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് ലാഗായി. ദെൻ ലിൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ലിൻ എന്ന് പറഞ്ഞൊരു വൈറ്റ് വുമൺ ആണ്. അവർ വീട് വിട്ടിറങ്ങി സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നീട് കല്യാണം കഴിച്ചു ട്രൂമാനെ. അവസാനം എന്ത് ചെയ്തു? ഡിവോഴ്സായി അല്ലേ. പിന്നെ പക്ഷേ ഇവരെ ബ്ലാക്ക് ആക്ടിവിസ്റ്റുകൾക്ക് ഇഷ്ടമില്ലായിരുന്നു, കാരണം അവളുടെ സ്കിൻ കളർ വെച്ചിട്ട്. പിന്നെ മെർലിൻ ഓഷെ ആരാണ്, ട്രൂമാൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ബ്ലാക്ക് ചിൽഡ്രൻ, ചിക്കോക്കീമയിലുള്ള ബ്ലാക്ക് ചിൽഡ്രന് പോവേർട്ടി ആയിരുന്നു കേട്ടോ. പേരൻസിൻ്റെ കൂടെ അവസാനം അവർക്ക് പോയി ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ സൊജോണർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് മാഗ്നോളിയ ട്രീ ആണ് സാക്സൺ കോളേജിലെ. മറ്റേ വൈൽഡ് ചൈൽഡ് മരിച്ചപ്പോൾ ഫ്യൂണറൽ സർവീസ് നടത്താൻ സമ്മതിക്കാത്തത് കൊണ്ട് ഇവരെല്ലാവരും എന്ത് ചെയ്തു? ആ ട്രീയെ ചോപ്പ് ചെയ്ത് കളഞ്ഞു. വൈൽഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ 13 വയസ്സുള്ള ഒരു ബ്ലാക്ക് ഓർഫൻ ആണ് കേട്ടോ. പിന്നെ കമാര ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മെറിഡിയൻ പിന്നീട് പഠിച്ചു കഴിഞ്ഞിട്ട് ടീച്ചറൊക്കെ ആയി. പിന്നെ കുറേ പോംസ് ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു. പിന്നെ മെറിഡിയൻ്റെ എയിൽമെൻറ്റ് എന്താണ്? ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പേജ് നമ്പർ 193 5th ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. 6th ക്വസ്റ്റ്യൻ പേജ് നമ്പർ 194 കമാരയ്ക്ക് എന്ത് പറ്റി? ആക്സിഡൻറ്റ് പറ്റുകയും ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്യുന്നു, ആ ഒരു കാര്യം. പിന്നെ വുമണിസത്തിൻ്റെ എലിമെൻറ്റ്സ് എന്തൊക്കെയാണ്? അതായത് ബ്ലാക്ക് സ്ത്രീകൾക്ക് വേണ്ടി നിലകൊണ്ടു, ആ ഒരു നോവലാണിത്. ഓക്കെ. മാരേജിൽ നിൽക്കാതെ മെറിഡിയൻ ഹിൽ എന്ത് ചെയ്യാണ്? ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യാണ് നിൽക്കുന്നത്. ദെൻ പേജ് നമ്പർ 196 10th ക്വസ്റ്റ്യനും 11th ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൂമൻ ഹെൽഡിൻ്റെ ക്യാരക്ടർ സ്കെച്ചും 196 12th ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പേജ് നമ്പർ 201 7th ക്വസ്റ്റ്യൻ, ആ ട്രീ എങ്ങനെയാണ് സിംബോൾസ് ഇതിനെ കാണിക്കുന്നത്. പിന്നെ 202 8th ക്വസ്റ്റ്യൻ, ക്യാരക്ടർ സ്കെച്ച് ഓഫ് മെറിഡിയൻ. ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. എസ്സേ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ഇതാണ്, സമ്മറി പോലെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.